അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫുറൂദുൽ വുളൂഇ, വുളൂഇന്റെ ഫർളുകൾ. വുളൂഇന്റെ ഫർളുകൾ 6 ഉള്ളത്. 1 നിയ്യത്ത്, 2 മുഖം കഴുകുക, 3 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഏതെങ്കിലും ഫർദിനെ ഒഴിവാക്കിയാൽ വുളൂ ശരിയാവൂല. ഈ പറയപ്പെട്ടതായ അല്ലെങ്കിൽ പറയാൻ പോകുന്നതായ വുളൂഇന്റെ ഫർളുകൾ ഒഴിവാക്കിയാൽ വുളൂ ശരിയാവൂല. വുളൂഇന്റെ 6 ഫർളുകൾ. 1 നിയ്യത്ത്. നിയ്യത്തിന്റെ രൂപം എന്താ? വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ, ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതൽ. ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ വുളൂ അല്ലേ, വലിയ ശുദ്ധി കുളി. അപ്പോൾ വുളൂ എടുക്കുമ്പോൾ ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ വുളൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നെപ്പോഴാണ് കരുതേണ്ടത്? വുളൂഇന്റെ തുടക്കത്തിൽ, അതായത് മുഖം കഴുകുമ്പോൾ. മുഖം കഴുകലാണ് ഫിഅലിയായ ഫർദ് ആദ്യം, അതായത് ചെയ്യാനുള്ള ഫർദിൽ ആദ്യം മുഖം കഴുകലാണ്. അപ്പം മുഖം കഴുകുമ്പോഴാണ് വുളൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന വായിൽ കുപ്പിളിക്കലും കൈ 2 കൈ കഴുകലൊക്കെ സുന്നത്താണ്. അപ്പോൾ ആ സമയത്ത് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലും കൂലി കിട്ടും, അത് സുന്നത്താണ്. മുഖത്തിൻ്റെ ഫിഅലിയായ ഫർള് തുടങ്ങുന്നത് മുഖം കഴുകൽ കൊണ്ടാണ്. അതിൻ്റെ ആരംഭത്തിലാണ് എന്താവുക? വുളൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതാം. അപ്പം മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, അതല്ലേ? നിയ്യത്ത് പറയൽ സുന്നത്താണ്, നിയ്യത്ത് കരുതൽ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് പറയൽ സുന്നത്താണ്. അതെല്ലാ നിയ്യത്തും അതുപോലെ തന്നെയാണ്. ഇനി രണ്ടാമത്തേത് നോക്ക്, മുഖം കഴുകൽ. നമ്മൾ മുഖം കഴുകൽ രണ്ടാമത്തെ ഫർളാണ്. മുഖത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം. തിങ്ങിയ താടിയുടെ ഉള്ള് തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ നല്ല ഉള്ള് കാണാത്ത താടി ഉണ്ടാവും, അതിൻ്റെ ഉള്ള്, അതിൻ്റെ തൊലി കാണൂല, തൊലിയുടെ നിറം കാണൂല. തിങ്ങിയ താടിയുടെ ഉള്ള് ഒഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ള് എന്താവണം? ഉള്ളിൽ വെള്ളെത്തണം. അതായത് നമ്മുടെ തിങ്ങിയ താടി, അതായത് നമ്മളെ തൊലിയുടെ നിറം കാണാത്തതായ താടി ഉണ്ടെങ്കിൽ അത് തിങ്ങിയ താടിയാണ്. അതല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ രോമത്തിൻ്റെ ഉള്ളും പുറവും എന്താക്കണം? കഴുകണം, നിർബന്ധമാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ, താടി ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ താടിയുടെ ഉള്ളിലുള്ള തൊലിയുടെ നിറം കാണൂല, അതാണ് തിങ്ങിയ താടി. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ആക്കി കഴുകിയാൽ മതി. അല്ലാത്തവരെന്താവണം? ഉള്ളിലൊക്കെ വെള്ളം എത്തുന്ന രീതിയിൽ തന്നെ കഴുകണം. ഇനി അടുത്ത പോയിന്റ് നോക്ക്, മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ്. അതായത് മുഖത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ മുടി തുടങ്ങുന്നതിൻ്റെ ഇവിടം മുതൽ താടി വരെ, അതായത് താടിയുടെ അറ്റം വരെ, പിന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ. അപ്പോൾ അതിനേക്കാളും കുറച്ച് കയറ്റി കഴുകൽ, കുറച്ചും കൂടി കഴുകൽ വാജിബാണ്. അതേപോലെ തന്നെ കൈകാലുകളിലും അപ്രകാരം അല്പം കഴുകണം. അതായത് നമ്മൾ കൈയും കാലൊക്കെ കഴുകുന്ന സമയത്ത്, മുഖം കഴിഞ്ഞതിന് ശേഷം കൈയും കാലൊക്കെ കഴുകൂലേ, ആ സമയത്ത് അല്പം കൂടി കഴുകൽ വാജിബാണ്. ഇനി സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ, അതായത് തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റു ചെവിക്കുറ്റി വരെയുമാണ് മുഖം. അതാണ് മുഖത്തിൻ്റെ അതിർത്തി. ഇനി മൂന്നാമത്തത്, 2 കൈയും മുട്ടും ഉൾപ്പെടെ കഴുകുക. 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. വിരലുകളുടെ തല മുതൽ കഴുകണം. അപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല,
നമ്മളെ വിരലിൻ്റെ തല മുതൽ, ഈ വിരലിൻ്റെ തല മുതൽ തന്നെ എന്താവണം, കഴുകണം. ഇനി 4, തല അല്പം തടവുക. തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടിയോ തൊലിയോ തടവണം. അതായത് തലയുടെ അതിർത്തി, ആ അതിർത്തിക്കുള്ളിലുള്ള മുടിയോ അല്ലെങ്കിൽ തൊലി, മുടിയില്ലാത്തവർക്ക് തൊലി, അതിൻ്റെ തൊലി എന്താവണം, തടവണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ത്, അതിൻ്റെ അതിർത്തിയിൽ പെടാത്തത് തടിയാൽ എന്താവില്ല, ശരിയാവില്ല. ഇതുപോലെ അത് ശേഷം പറയുന്നുണ്ട്, തലയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന മുടിയോ തൊലിയോ തടവിയാൽ മതിയാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. കാലിലെ വിള്ളൽ, അതായത് കാല് നമ്മൾ പൊട്ടൂല, തണുപ്പ് കാലഘട്ടത്തിലൊക്കെ പൊട്ടുമല്ലോ, അപ്പം കാലിലെ വിള്ളല്, ഇനി മടമ്പ് മുതലായവ സൂക്ഷിച്ച് കഴുകണം. അതായത് അതിലൊക്കെ വെള്ളെത്തുന്ന രീതിയിൽ കഴുകണം. പിന്നെ തർത്തീബ്, വൈക്ക് വയ്യായിട്ട് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞത് ആദ്യം ചെയ്യുക, രണ്ടാമത് പറഞ്ഞത് രണ്ടാമത് ചെയ്യുക, അങ്ങനെ തർത്തീബായിട്ട് ചെയ്യുക. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൈക്ക് വയ്യായി ചെയ്യുക. ഓർഡറായിട്ട്, ഡിസോർഡർ ആവാതെ ചെയ്യാം. ഇനി വുളൂഇന്റെ നിയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്. ഒരാൾ എന്താക്കി, വുളൂഇന്റെ നിയത്ത് ചെയ്തിട്ട് അവൻ കുളത്തില അല്ലെങ്കിൽ പുഴയിലാണ്ട് തുള്ളി, അങ്ങനെ ആവുകയാണെങ്കിൽ അവനക്ക് എന്താവും, വുളൂ ശരിയാവും, വുളൂ ലഭിക്കും. അതിനുശേഷം വുളൂ മുറിയുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. അങ്ങനെ വന്നാൽ വുളൂ മുറിയും. ഇനി വുളൂ സുന്നത്തുള്ള ചില കാര്യങ്ങൾ, ഖുർആൻ ഓതുക. ഖുർആൻ തൊടാൻ വേണ്ടിയിട്ട് വുളൂ നിർബന്ധമാണ്, പക്ഷെ ഖുർആൻ ഓതാൻ വുളൂ സുന്നത്താണ്. ബാങ്ക് വിളിക്കുക, ബാങ്ക് വിളിക്കുമ്പോൾ വുളൂ സുന്നത്താണ്. 3, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ വുളൂ സുന്നത്താണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വുളൂ സുന്നത്താണ്. ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ വുളൂ സുന്നത്താണ്. ഈ സമയത്തൊക്കെ വുളൂ സുന്നത്താണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.